നമസ്കാരം. പാകിസ്ഥാനിലും മറ്റു ചില രാജ്യങ്ങളിലും അജ്ഞാതർ നടത്തുന്ന കൊലപാതകങ്ങൾ കഴിഞ്ഞ വർഷം നമ്മൾ ഏറെ ചർച്ച ചെയ്തിട്ടുള്ളതാണ്. അതായത് ഇത്തരത്തിലുള്ള കൊലപാതകങ്ങൾക്ക് ഇരയാവുന്നവരെല്ലാം കടുത്ത ഇന്ത്യ വിരുദ്ധരായിരുന്നു എന്നുള്ളതാണ്. ലഷ്കർ ഇ ത്വയ്ബ, ജെയ്ഷെ മുഹമ്മദ്, അതുപോലെ തന്നെ മറ്റു ചില തീവ്രവാദ സംഘടനകൾ, ഇവരുടെയൊക്കെ അല്ലെങ്കിൽ ഈ സംഘടനകളിലൊക്കെ വളരെ പ്രധാനപ്പെട്ട പദവി വഹിക്കുന്ന ഭീകരന്മാർ, ഒരു കാലത്ത് ഇന്ത്യയിൽ നടന്നിട്ടുള്ള തീവ്രവാദ പ്രവർത്തനങ്ങളുടെയൊക്കെ ചുക്കാൻ പിടിച്ച അതിൻ്റെ തലച്ചോറായി പ്രവർത്തിച്ചിട്ടുള്ള ഭീകരന്മാർ ഇപ്പോഴും തീവ്രവാദ സംഘടനകളിലേക്ക് ചെറുപ്പക്കാരെ അടക്കം റിക്രൂട്ട് ചെയ്യുകയും അവർക്ക് പണം സംഘടിപ്പിച്ചു കൊടുക്കുകയും ഒക്കെ ചെയ്യുന്ന ഭീകരന്മാർ, ഇവരൊക്കെയാണ് ഇത്തരത്തിൽ അജ്ഞാതരുടെ തോക്കിന് ഇരയാകുന്നത്. കാനഡയിലും മറ്റും ഉണ്ടായ ചില സംഭവ വികാസങ്ങളെക്കുറിച്ചും നമ്മൾ കഴിഞ്ഞ വർഷം വളരെയേറെ ചർച്ച ചെയ്തിരുന്നതാണ്. ഇപ്പോഴിതാ ഇന്നലെ ഉണ്ടായ സംഭവം എന്നത് ഒരു ഇടവേളയ്ക്ക് ശേഷം വീണ്ടും അജ്ഞാതൻ സജീവമാകുന്നോ എന്ന ചോദ്യം ഉയർത്തിക്കൊണ്ടാണ്. അതായത് കടുത്ത ഇന്ത്യ വിരുദ്ധനായ ഭീകരനാണ്. ആ ഭീകരൻ ലഷ്കർ ഇ ത്വയ്ബയുടെ ഒരു പൊളിറ്റിക്കൽ വിഭാഗത്തിൽ പ്രവർത്തിക്കുന്ന മേധാവിയാണ്. മൗലാന കാഷിഫ് അലി എന്ന ഈ ഭീകരനെയാണ് കഴിഞ്ഞ ദിവസം അജ്ഞാതരായ തോക്കുധാരികൾ വീടിന് സമീപം വെച്ച് വെടിവെച്ച് കൊലപ്പെടുത്തിയത് എന്നുള്ളതാണ്. ലഷ്കർ ഇ ത്വയ്ബയുടെ സ്ഥാപകനായിട്ടുള്ള ഹഫീസ് സയ്യിദ് 2024 പാകിസ്ഥാനിൽ ഇങ്ങനെ ഒരു രാഷ്ട്രീയ മുഖം വേണം, അതായത് പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം അവർ തീവ്രവാദ സംഘടനകൾക്ക് അഭയം നൽകുന്നു എന്ന് പൊതുവിലൊരു പരാതി അന്താരാഷ്ട്ര തലത്തിൽ ഉണ്ടാകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ തീവ്രവാദ സംഘടനകളുടെ എല്ലാം ഒരു ഘടനയിൽ പൊളിച്ചെഴുത്ത് ഈ കഴിഞ്ഞ ഏതാനും വർഷങ്ങൾക്കിടയിൽ ഉണ്ടായിട്ടുണ്ട്. അങ്ങനെയാണ് ലഷ്കർ ഒരു രാഷ്ട്രീയ പാർട്ടിയായി അവിടെ മാറുന്നത്. PMML, അതായത് പാകിസ്ഥാൻ മർക്കസി മുസ്ലിം ലീഗ് എന്നറിയപ്പെടുന്ന PMML എന്നൊരു രാഷ്ട്രീയ വിഭാഗം ലഷ്കർ സ്ഥാപിക്കുന്നുണ്ട്. ഈ രാഷ്ട്രീയ വിഭാഗത്തിൻ്റെ തലവനായിരുന്നു ഇപ്പോൾ ഇന്നലെ കൊല്ലപ്പെട്ട മൗലാന കാഷിഫ് അലി. ഇന്ത്യക്കെതിരായി നടത്തിയ പല ഭീകര പ്രവർത്തനങ്ങളിലും ഇയാൾക്ക് പങ്കുണ്ട് എന്ന് വിശ്വസിക്കപ്പെടുന്നു. ഈ കാഷിഫ് അലിയാണ് കഴിഞ്ഞ ദിവസം കൊല്ലപ്പെട്ടത്. അജ്ഞാതർ സാധാരണ ഇതുവരെ കൊന്നുകൊണ്ടിരുന്നത് എങ്ങനെയാണോ ആ എലമെൻറ്റുകളെല്ലാം ഈ കൊലപാതകത്തിലുമുണ്ട്. അജ്ഞാതരായ 2 പേർ മോട്ടോർ ബൈക്കിലാണ് എത്തിയത്, മുഖം മറച്ചിട്ടുണ്ട്. അവർ ഓട്ടോമാറ്റിക് ഗൺ ഉപയോഗിച്ച് ഷൂട്ട് ചെയ്യുന്നു. ഒരു കാരണവശാലും ആശുപത്രിയിൽ പോയാൽ പോലും രക്ഷപ്പെടാൻ പാടില്ല എന്ന രീതിയിലുള്ള വെടിയാണ്. പരിശീലനം ലഭിച്ച ആളുകളാണ്. അങ്ങനെ അവർ വെടിയുതിർക്കുന്നു, കാണാമറയത്തേക്ക് മറയുന്നു. പിന്നീട് ഇവരെക്കുറിച്ച് യാതൊരു വിവരവും ലഭിക്കുന്നില്ല. അതാണ് അജ്ഞാതരുടെ കൊലപാതകം ഉയർത്തുന്ന ഏറ്റവും വലിയ പ്രശ്നം പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം. ഇങ്ങനെ തീവ്രവാദികൾ മരിച്ചു വീഴുന്നത് കൊണ്ട് അവർക്ക് യാതൊരു പ്രശ്നവുമില്ല. പക്ഷേ ഭരണകൂടത്തിന് വല്ലാത്ത സമ്മർദ്ദം ഈ തീവ്രവാദി സംഘടനകൾ നൽകുന്നുണ്ട്. ഇന്ത്യയാണ് അവർ സംശയിക്കുന്നത്, ഇന്ത്യയാണ് ഈ അജ്ഞാതരുടെ പിന്നിലെന്നൊക്കെയാണ് അവർ പറയുന്നത്. അതുകൊണ്ട് തന്നെ അവർ പാകിസ്ഥാൻ ഭരണകൂടത്തെ വല്ലാതെ സമ്മർദ്ദത്തിലാക്കുകയാണ്. ഒരു കാലഘട്ടത്തിൽ നിങ്ങളാണ് ഇന്ത്യക്കെതിരെ ഒരു ആയുധമായി ഞങ്ങളെ ഉപയോഗിച്ചത്, ഇപ്പോൾ ഞങ്ങളെ ഇന്ത്യ വേട്ടയാടുകയാണ്, നിങ്ങൾക്ക് ഒന്നും ചെയ്യാൻ കഴിയാതെ ഇവിടെ ഇങ്ങനെ ഇരിക്കുന്നത് എന്തിന് എന്ന ചോദ്യമാണ് തീവ്രവാദ സംഘടനകൾ ഇപ്പോൾ പാകിസ്ഥാൻ ഭരണകൂടത്തോട് ചോദിക്കുന്നത്. പാകിസ്ഥാൻ ഭരണകൂടത്തിന് ഒരു ഉത്തരവുമില്ല. ഈ അജ്ഞാതരുടെ ഓപ്പറേഷനുകളെ സംബന്ധിച്ചിടത്തോളമാണ് എങ്കിൽ യാതൊരുവിധ തെളിവുമില്ല. ആരാണ് ഇത് ചെയ്തത് എന്ന് ഒരിക്കലും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. മാത്രമല്ല അവരെ സംബന്ധിച്ചിടത്തോളം ഇതിനെക്കുറിച്ച് കേസിൻ്റെ അന്വേഷണം ഒരു പടി പോലും മുന്നോട്ട് പോകാതെ നിൽക്കുകയുമാണ്. അത്രയ്ക്ക് വളരെ കൃത്യമായി എക്സിക്യൂട്ട് ചെയ്യപ്പെടുകയാണ് അജ്ഞാതൻ്റെ ഓപ്പറേഷൻ പാകിസ്ഥാനിൽ. കാനഡ പോലെയുള്ള സ്ഥലങ്ങളിലും നമുക്കറിയാം ഇന്ത്യയാണ് ഇതിന് പിന്നിലെന്ന് കാനഡയുടെ ഭരണാധികാരികൾ ആരോപിക്കുന്നുണ്ടെങ്കിലും അവരുടെ പക്കലും തെളിവൊന്നുമില്ല എന്നുള്ളതാണ്. അങ്ങനെ പാകിസ്ഥാൻ ഭരണകൂടം ഇപ്പോൾ ഒരിക്കൽ അവർ ഉപയോഗിച്ചുകൊണ്ടിരുന്ന ജിഹാദികൾക്ക് മുന്നിൽ കുഴങ്ങുകയാണ്. ജിഹാദികളുടെ ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകാൻ പാകിസ്ഥാൻ സർക്കാരിന് സാധിക്കുന്നില്ല. അവരുടെ പ്രിയപ്പെട്ട നേതാവിനെ കൊന്നതാര്, എന്തിനു കൊന്നു, അവരെ പിടിച്ച് ശിക്ഷിക്കേണ്ടേ എന്നൊക്കെയുള്ള ചോദ്യങ്ങളുമായി ഭീകര സംഘടനകൾ വരുമ്പോൾ പാകിസ്ഥാൻ ഭരണകൂടത്തിനോ പാകിസ്ഥാൻ പട്ടാളത്തിനോ ഒരു കാലത്ത് ഭീകര സംഘടനകൾക്ക് വേണ്ട എല്ലാ ഒത്താശയും ചെയ്തുകൊണ്ടിരുന്ന ISI എന്ന ചാരസംഘടനയ്ക്കോ ഒരു ഉത്തരവും നൽകാൻ കഴിയുന്നില്ല എന്നുള്ളതാണ് അവരെ സംബന്ധിച്ചിടത്തോളം പ്രതിസന്ധി. വെബ് ഡെസ്ക് തത്തുമൈ ന്യൂസ്. ബ്രാൻഡിംഗ് പാർട്ണർ എഡ്യൂബിക്സ് ഓൺലൈൻ എക്സിക്യൂട്ടീവ് എഡ്യൂക്കേഷൻ. ഫോക്കസ് ഫിസിയോതെറാപ്പി സെന്റർ പട്ടം. ഉന്നത് എഞ്ചിനീയറിംഗ് ഗുജറാത്ത്. തീർത്ഥയാത്ര.com. അയൺ ബിൽഡ് ഗുജറാത്ത്.